ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എടുക്കാനുണ്ടായ മെയിനായിട്ടുള്ള കാരണം ഞങ്ങൾ 17 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. ഒരു വീടിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതേ തുടർന്ന് ഈ 2025 ഓഗസ്റ്റ് 31 ഞങ്ങളെ ഏറ്റവും അതിമനോഹരമായ ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരു വീട് ഞങ്ങൾക്ക് മാതാവ് തന്നു. ഇന്ന് ഞങ്ങൾ 2 മാസമായിട്ട് ആ ഭവനത്തിലാണ് താമസിക്കുന്നത്. പിന്നെ എനിക്ക് 4 വർഷത്തോളമായിട്ട് അലർജി മൂലം വളരെയധികം ശ്വാസം മുട്ടലായിരുന്നു. രാത്രി ഞാൻ ഉറങ്ങാതിരുന്ന അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 മാസത്തോളമായിട്ട് എനിക്ക് പൂർണ്ണമായ ശ്വാസം മുട്ടലിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ അമ്മ തന്നു. അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡിന് നല്ല ഹൈ BP ആയിരുന്നു. ആ BP ഇപ്പോൾ നോർമലായ അവസ്ഥയിലേക്ക് മാറി ഇരിക്കുകയാണ്. പിന്നെ ഞാൻ ഈ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തതിന് മുന്നേ തന്നെ അക്ഷര ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കേട്ടുകൊണ്ടിരിക്കെ തന്നെ ഞാൻ കേട്ടറ്റ് എക്സാം എഴുതുകയുണ്ടായി. ഒരു ഇതുമില്ലാതെ ഞാൻ കേട്ടറ്റ് എക്സാം പാസ്സായി. പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു 2 വീലർ ഇല്ലായിരുന്നു. ഈ ഉടമ്പടിയിൽ നിൽക്കെ ഞങ്ങൾക്ക് ഒരു 2 വീലർ കിട്ടി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്രം വാങ്ങിക്കൊണ്ടുവന്ന് തിരുവല്ല, കോഴഞ്ചേരി, പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഞാനും എൻ്റെ മോളും കൂടിയാണ് കൊണ്ടു നടന്ന് പത്രം കൊടുത്തത്. പിന്നെ എല്ലാ വീടുകൾ തോറും ഞങ്ങൾ കയറി ഇറങ്ങി പത്രം കൊടുക്കും. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസർ രോഗിയായ ഒരു സഹോദരിക്ക് മാസം തോറും ഞങ്ങളാൽ കഴിയുന്ന വിധം, ഞങ്ങൾ ഒത്തിരി സാമ്പത്തിക ശേഷിയുള്ളവരൊന്നുമല്ല, എന്നാൽ ഞങ്ങളാൽ കഴിയുന്ന വിധം ഉള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ 3 അനാഥ കുട്ടികളായ 3 കുട്ടികൾക്ക് വസ്ത്രങ്ങൾ കൊടുക്കുമായിരുന്നു. ഇത്രയുമായിരുന്നു ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത്.